എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഗ്യാസ് കയറുക എന്ന് പറയുന്നത്. പക്ഷേ ചില ആളുകൾ പറയാറുണ്ട് ഗ്യാസ് ഒന്നായിട്ട് നെഞ്ഞോട് കയറി തലയിൽ കയറി അല്ലെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കയറിയിട്ട് ഭയങ്കര വേദനയാണ്. അത് ചില സമയത്ത് അറ്റാക്ക് ആണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലൊക്കെ ഗ്യാസ് കയറിയിട്ട് വേദന ഉണ്ടാവാറുണ്ട് പറയുന്നത്. ഇത് ചില സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് നമുക്കിപ്പോൾ രാത്രിയാവുന്ന സമയത്ത് കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഹായ് സാർ. നമ്മൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഗ്യാസ് കയറുക എന്ന് പറയുന്നത്. പക്ഷേ ചില ആളുകൾ പറയാറുണ്ട് ഗ്യാസ് ഒന്നായിട്ട് നെഞ്ഞോട് കയറി തലയിൽ കയറി അല്ലെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കയറിയിട്ട് ഭയങ്കര വേദനയാണ്. അത് ചില സമയത്ത് അറ്റാക്ക് ആണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലൊക്കെ ഗ്യാസ് കയറിയിട്ട് വേദന ഉണ്ടാവാറുണ്ട് പറയുന്നത്. ഇത് ചില സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് നമുക്കിപ്പോൾ രാത്രിയാവുന്ന സമയത്ത് കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഗ്യാസ് കയറിയിട്ട് ഭയങ്കര വേദന. എന്നിട്ട് ഒരു സാധാരണ ഒരു പിന്നെ എന്തെങ്കിലും ഒരു പാൻഡപ്രസോൾ പോലെ എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിച്ചാൽ ഗ്യാസ് പോവാറുണ്ട്. പക്ഷേ ഇതൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ആ രാത്രി പോവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം ഇങ്ങനെ ഗ്യാസ് കയറുന്നതിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? അതായത് ഇങ്ങനെ ഗ്യാസ് കയറിയാൽ ആ ഗ്യാസ് ഒന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇങ്ങനെ ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഈ ഗ്യാസ് കയറാതിരിക്കാൻ എന്തെങ്കിലും പ്രതിവിധികൾ ഉണ്ടോ? അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഡോക്ടർ ഒന്ന് വിശദീകരിക്കുമോ? തീർച്ചയായിട്ടും നമുക്ക് ചില കണ്ടീഷനുകൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് മെഡിസിൻസ് ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ PPIയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിസിൻസൊക്കെ എന്ത് ചെയ്യും, അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നീട് ഈവൻ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഈ മെഡിസിൻ എടുക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്യാസ് എന്നുള്ളത് വ്യത്യസ്ത തരത്തിലുണ്ട്. ഹൈപ്പർ അസിഡിറ്റി വരുന്ന കേസുകളുണ്ട്, അതുപോലെ ഹൈപ്പോ അസിഡിറ്റി വരുന്നുണ്ട്. അതായത് അസിഡിറ്റി കൂടിക്കഴിഞ്ഞിട്ട് ഗ്യാസ്ട്രൈറ്റിസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ശരിയായ രീതിയിൽ ആസിഡ് സെക്രേഷൻ ഇല്ലാണ്ട് ദഹനം നടക്കാണ്ട് അങ്ങനെ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷനുണ്ട്. ഈ രണ്ട് കണ്ടീഷന് വേർതിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ അറിയുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് അതിനൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ കേസുകളിലും വരുന്ന ഒരു പ്രധാന റീസൺ എന്നുള്ളത് എച്ച് പൈലോറി ഇൻഫെക്ഷനാണ്, അല്ലെങ്കിൽ എച്ച് പൈലോറിക്കിൻ്റെ അതിൻ്റെ ഒരു പ്രസൻസാണ്, അതിൻ്റെ ഒരു ആക്ടിവേഷനാണ് യഥാർത്ഥത്തിൽ ഇന്ന് കൂടുതൽ കണ്ടുവരുന്ന ഗ്യാസിൻ്റെ ഒരു കാരണം എന്നുള്ളത്. അപ്പോൾ ഈ ഗ്യാസ് കൂടുതലായിട്ട് കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ഈ തലയിൽ കയറുക, അല്ലെങ്കിൽ ഹാർട്ട് ബേൺ എന്ന് വരെ പേര് വരും ഗ്യാസിന് പറയാറുണ്ട്. നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഹാർട്ട് ബേൺ, അതായത് ഹാർട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ അറ്റാക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. അതേ ഭാഗത്തു നിന്ന് നമ്മൾ സ്റ്റേണം, അതായത് നെഞ്ചിൻ കൂടിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് ആ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് ഈ പെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അറ്റാക്ക് ആണോ ഹാർട്ടിൻ്റെ ഇഷ്യൂ ആണോ എന്നുള്ള പലപ്പോഴും നമുക്ക് കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ ആണോ അസിഡിറ്റി ആണോ ഹൈപ്പോ അസിഡിറ്റി ആണോ എന്നുള്ളത് ആദ്യം തിരിച്ചറിയണം. ഈ ഹൈപ്പർ അസിഡിറ്റിയുടെ കേസുകളിൽ കൂടുതലായിട്ട് ആസിഡ് സെക്രേഷൻ കൂടുക, ഈ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ ഞാൻ, എച്ച് പൈലോറിക് ഇൻഫെക്ഷൻ്റെ അമിതമായിട്ടുള്ള സെക്രേഷൻസ് വരും. അതിൻ്റെ ഇൻഫെക്ഷൻ വരുമ്പോൾ അമിതമായിട്ട് HCl പ്രൊഡ്യൂസ് ചെയ്യും, ആസിഡ് സെക്രേഷൻ കൂടും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വയറുകാളിച്ച ഭയങ്കരമായിരിക്കും, ശക്തമായിട്ട് വയറുകാളിച്ച ഉണ്ടായിരിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കാൻ തോന്നുക. 1 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുള്ളൂ, ശരിയായ രീതിയിൽ ദഹിക്കാനൊരു സമയം എടുത്തിട്ടില്ല. അപ്പോഴൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഇനിയും ഭക്ഷണം കഴിക്കണം, ഭക്ഷണം ഒന്നും കഴിക്കാത്ത പോലെ ഒരു ഫീലിംഗ് തോന്നുക. അതേപോലെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ടോയ്ലറ്റിൽ ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. അതുപോലെ ഓക്കാന വരിക, രാവിലേക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓക്കാന വരിക, ഛർദ്ദിക്കാനൊരു ഫീലിംഗ് വരിക, ചിലപ്പോൾ ഛർദ്ദിക്കുക തന്നെ ചെയ്യും, ചിലപ്പോൾ ഒരു യെല്ലോയിഷ് കളറിലുള്ള ഫ്ലൂയിഡ് ഛർദ്ദിക്കാറൊക്കെ ഉണ്ട് ഈ ഹൈപ്പർ അസിഡിറ്റിയുള്ള കേസുകളിൽ. അപ്പോൾ ഇവർക്കാണ് കൂടുതലായിട്ടും നമ്മൾ പലപ്പോഴും പറയുന്ന മൈഗ്രെയിൻ ഇഷ്യൂസ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഹൈപ്പർ അസിഡിറ്റിക്ക് ഒരു കാരണം ഉണ്ടാകുന്ന ഈ ടെൻഷൻ ഒരു പ്രധാന കാരണമാണ്. എച്ച് പൈലോറിക്കിൻ ഇൻഫെക്ഷൻ പറഞ്ഞത് അതേപോലെ തന്നെ മറ്റൊരു റീസണാണ് ഈ ടെൻഷൻ വരിക എന്നുള്ളത്. കൂടുതലായിട്ട് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യും, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടാകും. ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്, റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു ഒരാളങ്ങോട്ട് കടന്നില്ലെങ്കിൽ ഒരു പൂച്ച ഓപ്പോസിറ്റ് നമ്മൾ ക്രോസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് സഡനായിട്ട് ബ്രേക്ക് പിടിക്കും. അങ്ങനെ ബ്രേക്ക് പിടിക്കുന്ന നേരത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ വയറിൻ്റെ അകമാണ് പെട്ടെന്ന് അതിൻ്റെ ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ വയറ് കാളുക എന്ന് പറയും നമ്മളെ നാടൻ ഭാഷയിൽ. അപ്പോൾ കണ്ടത് കണ്ണാണ്, പക്ഷെ അതിൻ്റെ എഫക്റ്റ് വന്നത് എവിടെയാണ്,
ആ ഒരു കാളിച്ച ഫീൽ ചെയ്തത് നമ്മുടെ വയറ്റിലാണ്. അപ്പോൾ അത്രത്തോളം കണക്ഷൻ എന്തുണ്ട് നമ്മുടെ ബ്രെയിനും സ്റ്റൊമക്കും തമ്മിലുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ടെൻസ്ഡായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ അതിങ്ങനെ എപ്പോഴും തോട്ട്സ്ഫുള്ളായിട്ട് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടന്നിരുന്നാൽ നമുക്കൊരു റിലാക്സേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ടെൻഷനായിരിക്കും. പിന്നീട് അതേപോലെ തന്നെ വയറ്റിൽ നിന്നുള്ള ഗ്യാസ്ട്രിക് പ്രൊഡ്യൂഷൻസ് HCl പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എച്ച് പൈലോറിക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകുന്ന അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഈ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ HCl പ്രൊഡക്ഷൻ ആസിഡ് പ്രൊഡക്ഷൻ കൂടും. അതേപോലെ ഹൈപ്പർ അസിഡിറ്റി ഫീൽ ചെയ്യും ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാരണം ഹൈപ്പോ അസിഡിറ്റിയുടെ ഒരു കാരണം ഉണ്ടല്ലോ. ഈ ഹൈപ്പോ അസിഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരിയായ ഒരു ദഹനം ഉണ്ടാവില്ല. ആസിഡിൻ്റെ ആ പേരിൽ തന്നെയുണ്ട്, ആസിഡിൻ്റെ അളവിൽ തോതിൽ കുറവും. അപ്പോൾ ആസിഡിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് നമ്മൾ ദഹനം നടക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ആസിഡിൻ്റെ അളവ് കുറയുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈപ്പോ അസിഡിറ്റി വന്ന പേഷ്യൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദഹനം ശരിയായി നടക്കില്ല, അത് ടൈം എടുക്കും. എസ്പെഷ്യലി നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബീഫോ ചിക്കനോ അങ്ങനെയുള്ള കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ടൈം എടുക്കും. ആ ടൈം എടുക്കുന്ന സമയത്ത് ഒരു ഇൻഡൈജഷൻ ഉണ്ടായിരിക്കും, ശരിയായ രീതിയിൽ ദഹനം നടക്കില്ല, ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യും, വയറ് വീർത്തതുപോലെയൊക്കെ ഫീൽ ചെയ്യുക, ശരിയായ രീതിയിൽ ശോധന ഉണ്ടാകില്ല. ആ സമയത്ത് നമുക്കിത് ഓക്കാനം വരിക, ഛർദ്ദിക്കാൻ വരിക, വയറ് വീർത്ത പോലെ വരിക, ക്ഷീണം തോന്നുക, വിശപ്പില്ലാത്തൊരു അവസ്ഥ തോന്നുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഹൈപ്പോ അസിഡിറ്റിയുടെ കേസുകളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലും എന്തുണ്ട്, അസിഡിറ്റി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഹൈപ്പർ അസിഡിറ്റിൻ്റെ കേസിൽ അമിതമായിട്ടുള്ള ദഹനരസങ്ങളുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്നതാണ്. ഹൈപ്പോ അസിഡിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വേണ്ട രീതിയിലുള്ള ദഹനരസങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ശരിയായ ദഹനം ഉണ്ടാകില്ല. അപ്പോൾ അവിടെ ബാക്ടീരിയ ഇതുണ്ടായിരിക്കും, അവിടെ പിന്നെ അതുപോലെ ദഹിക്കാതെ കിടന്നിട്ട് അതിൽ നിന്ന് ഗ്യാസസ് പോലെയുള്ള പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ബാഡ് ബാക്ടീരിയൻ്റെ പ്രസൻസ് അമിതമായിട്ട് കൂടുതലുണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ അസിഡിറ്റി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ രണ്ട് കേസിലും രണ്ട് തരത്തിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഒന്ന് ഹൈപ്പർ അസിഡിറ്റിൻ്റെ കേസിൽ നമുക്ക് ഈ ലെമൺ ടീ വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഹൈപ്പറായിട്ട് ഭയങ്കരമായിട്ട് ഗ്യാസ്ട്രിക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എപ്പോഴും ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഓക്കാനം വരുന്നുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് എന്താ പറയുക വയറ് എപ്പോഴും പുകച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ ഈ ലെമൺ ടീ കുടിക്കുക എന്നുള്ളത്. ആ സമയത്ത് തന്നെ നമുക്ക് അക്യൂട്ടായി തന്നെ റിലീഫ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ദഹിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഹൈപ്പോ അസിഡിറ്റിൻ്റെ കേസിൽ അങ്ങനത്തെ കേസുകളിൽ വരുന്ന സമയത്ത് ഹൈപ്പോ അസിഡിറ്റിൻ്റെ കേസിൽ സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് വെളുത്തുള്ളി വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ ഇഞ്ചി വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഗ്രാമ്പു, പട്ട പോലെയുള്ള മസാല കൂട്ടുകളുണ്ടല്ലോ, അത് നോർമൽ ലെവലിൽ നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കുക, അത് വെച്ച് ചായ ഉണ്ടാക്കുക, അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കഷായം പോലെ ഉണ്ടാക്കി കുടിക്കുന്നതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീരകം കഴിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ ആ ഒരു അസിഡിറ്റി പോകാനാണ്, ദഹനം കൂടാനും കൂടെ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് കോൾഡ് ഡ്രിങ്കിനേക്കാളും ബെസ്റ്റ് സാധാ നോർമൽ വാട്ടർ അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതാണ് ദഹനത്തിന് ഏറ്റവും ഹെൽപ്ഫുള്ളാകുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ആളുകളുണ്ട് ഇന്ന് നമ്മൾ ഭക്ഷണം എന്തെങ്കിലും ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ 7up കുടിക്കുക, എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് കുടിക്കുക, കാർബണേറ്റഡ് ഡ്രിങ്ക് കുടിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ കാർബണേറ്റഡ് ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഗ്യാസ് കൂട്ടാനുള്ളൊരു വഴിയും കൂടെയാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഗ്യാസ് എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ശരീരത്തിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നിയന്ത്രിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞു വെച്ചതുപോലെ ഈ ആസിഡ് കൂടുന്ന കേസുകളുണ്ട്, കുറയുന്ന കേസുകളുണ്ട്. അപ്പോൾ ഏതാണോ എന്നുള്ളത് തിരിച്ചറിയണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോദ്യത്തിൽ വന്നതുപോലെ തന്നെ രാത്രി സമയത്ത് നമുക്ക് ഈ ഛർദ്ദിക്കാൻ വരിക, വയറ് വീർത്ത പോലെ തരിക, ഓക്കാനം വരിക, പുളിച്ച് തികട്ടൽ വരിക, അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതിന് യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കുന്ന, എസ്പെഷ്യലി രാത്രി സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ച പാടേ കിടക്കരുത്. അങ്ങനെ കിടക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച പാടേ കിടന്നു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക്കിൽ ഏകദേശം ഫില്ലായിട്ടുണ്ടായിരിക്കും, അത്യാവശ്യം നല്ല ഫീൽഡ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ അത് കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഈസോഫാഗസിലേക്ക് അന്നനാളത്തിലേക്ക് എന്ത് ചെയ്യും, ഈ ഗ്യാസ്ട്രിക് ഫ്ലൂയിഡ് വീണ്ടും റിട്ടേൺ അടിച്ചിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ച പാടെ എന്ത് ചെയ്യരുത്, ഒരിക്കലും കിടക്കരുത്. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ കുറഞ്ഞ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ചുറ്റുപാടും നടന്നു വന്നതിന് ശേഷം എന്ത് ചെയ്യുക, കിടക്കുന്നതാണ് ദഹനത്തിന് നല്ലത്, ഉറക്കം നന്നായി ലഭിക്കാനും നല്ലത്. അതുകൊണ്ടാണ് അങ്ങനെ അല്ലാണ്ട് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ശക്തമായിട്ട് നെഞ്ഞുവേദന വരും, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും.
ഈ അറ്റാക്ക് ആണോ എന്നുള്ള തോന്നലുണ്ടായിരിക്കും. നമ്മൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോകും, ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ കൂടുതലായിട്ട് എസ്പെഷ്യലി നൈറ്റ് സമയത്ത് ഹോസ്പിറ്റൽ കേസുകൾ കൂടുന്നൊരു വിഷയം കൂടെയാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ ആ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നൈറ്റിൽ കൂടാനുള്ള കാരണം അമിതമായിട്ടുള്ള ഭക്ഷണം എന്ത് ചെയ്യും, ഈ രാത്രിയിൽ കഴിക്കും. അത് കാരണമായിട്ട് ദഹനരസങ്ങൾ എന്ത് ചെയ്യും, ഗ്യാസ്ട്രിക് ദഹനരസങ്ങൾ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന കുഴലിലേക്ക് അന്നനാളത്തിലേക്ക് എന്ത് റിട്ടേൺ വരും. ഏറ്റവും ഭാഗത്ത് അതിൻ്റെ സ്ഫിങ്ക്റ്റർ ഉണ്ട്, നമ്മുടെ അന്നനാളത്തിൽ നിന്ന് വയറ്റിലേക്ക് സ്റ്റൊമക്കിലേക്ക് കിടക്കുന്ന ഈസോഫാജിൽ സ്ഫിങ്ക്റ്റർ വരുന്നുണ്ട്. ആ സ്ഫിങ്ക്റ്റർ എന്ത് ചെയ്യും, ശരിയായ രീതിയിൽ അവിടെ ക്ലോസ് ആകില്ല. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, ചെറിയ ലീക്കേജ് നമ്മുടെ ഇതിലേക്ക് വരും. അപ്പോൾ നമുക്ക് നല്ല നെഞ്ഞെരിച്ചിലുണ്ടാവും, പുകച്ചിലുണ്ടാക്കും, ഒരു പുളിച്ചത് കിട്ടുന്ന പോലെ വരും, ഛർദ്ദിക്കാൻ വരും, അങ്ങനെയുള്ള പല അസ്വസ്ഥതകളുണ്ടാകും. അപ്പോൾ എന്ത് തന്നെ വന്നാലും നമ്മൾ ഗ്യാസിൻ്റെ പ്രശ്നത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ അതിനുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ കൂടുതൽ അതിന് എന്താണ് റീസൺ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഹൈപ്പർ ആണെങ്കിലും ഹൈപ്പോ ആണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള റീസൺ അത് ഇൻഫെക്ഷൻ ആണോ, ഇനി അതല്ല ഫുഡ് കൂടുതലായിട്ട് സ്പൈസസ് ഫുഡ് കഴിക്കുന്ന പ്രശ്നമാണോ, ഉറക്കമില്ലാത്ത പ്രശ്നമാണോ, ടെൻഷനാണോ, ഏതാണോ അതിനുള്ള റീസൺ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോൺ വഴി. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതും. ഒട്ടുമിക്ക ആളുകൾക്കും ഗ്യാസ് കയറാറുണ്ട്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലൊക്കെ നോർമലി ഗ്യാസ് കയറാറുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് ഇത് സ്ഥിരമായിട്ടുണ്ടാവാറുണ്ട്. ഭക്ഷണം കഴിച്ചാലും ശരിയാണ്, അല്ലെ കഴിക്കുന്നതിൻ്റെ മുമ്പായിരിക്കും, ചിലപ്പോൾ കിടന്ന് ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും ഗ്യാസ് കയറുന്നുണ്ടാവുക. ഇങ്ങനെ സ്ഥിരമായിട്ട് ഗ്യാസ് കയറുന്ന ഈ ഒരു പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് അല്ലെ ഒരു ശാശ്വതമായിട്ട് മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് ഈ പെട്ടെന്ന് ഈ ചില ഇപ്പോൾ പറഞ്ഞ പോലെ കിടന്നുറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ആണെങ്കിൽ ആവുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഗ്യാസ് കയറി ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ ഈ ഗ്യാസ് കയറുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്, കയറിയ ഗ്യാസ് പെട്ടെന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീട്ടിനകത്ത് നിന്ന് തന്നെ ചില കോമ്പിനേഷനൊക്കെ ഉണ്ടാക്കി അടുക്കളയിൽ നിന്ന് തന്നെ നമുക്കെന്ത് ചെയ്യാം, ഗ്യാസിനുള്ള മെഡിസിൻസ് അതിന് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ചോദ്യത്തിൽ വന്നതുപോലെ നമുക്കിതിന് പൂർണ്ണമായും മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഗ്യാസിൻ്റെ ഇഷ്യൂ. അത് പലപ്പോഴും പറയില്ല, അതൊരു സൈലൻ്റ് ആക്കിയിട്ട് വെക്കും, അതൊരു സെക്കൻഡറി ആക്കിയിട്ട് പലപ്പോഴും വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൾമോസ്റ്റ് പല റീസൺസിന് പല അസുഖങ്ങൾക്കും കാരണം അതിൻ്റെ ബേസിക് ആയിട്ടുള്ളത് വയറാണ്. അപ്പോൾ അതുകൊണ്ടാണ് വയറ് കേട് വന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. അതിൻ്റെ വയറ് കേട് വന്നതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് ഗ്യാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക കേസുകൾ ബാക്ക് പെയിൻ ഉള്ള കേസുകളുണ്ടായിരിക്കും, കോൺസ്റ്റിപ്പേഷൻ ഉള്ള കേസ് ഉണ്ടാവും, പൈൽസ് വന്ന കേസുകളുണ്ടായിരിക്കും, അൾസറേറ്റീവ് കൊളൈറ്റിസിന് കേസുകളുണ്ടായിരിക്കും, ഈവൻ ഫീവർ ഉണ്ടായിരിക്കും, ഹെഡ് ഏക്കിൻ്റെ പ്രശ്നമുള്ളവരുണ്ടായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് അലർജിക് ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരിക്കും, സ്കിൻ അലർജി ഉള്ളവർക്കുണ്ടായിരിക്കും. അപ്പോൾ ഈ ഓൾമോസ്റ്റ് എല്ലാ കേസുകളുടെയും റീസൺ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ അവരോട് ചോദിച്ചാൽ അവർ പറയും നമുക്ക് അവർക്ക് എന്തുണ്ടായിരിക്കും, ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റൊമക്ക് നോർമലായിരിക്കില്ല, അബ്ഡോമൻ നോർമലായിരിക്കില്ല, ഗട്ട് ഹെൽത്ത് നോർമലായിരിക്കില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പിന്നിലായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് സ്റ്റൊമക്ക് ഹെൽത്ത് നോർമൽ അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഗ്യാസ് എന്നുള്ളത്. അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ചോദ്യത്തിൽ വന്നതുപോലെ ഗ്യാസ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യാം. ചില ആളുകൾക്ക് എന്ത് ചെയ്യും, അത് റിപ്പീറ്റഡ് ആയിട്ട് വരും, അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാലും വരും, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വരും, ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ വരും, പല സമയത്ത് വന്നിരിക്കുന്ന പല ആളുകളും പല രീതിയിലാണ് ഗ്യാസ് കാണാറുള്ളത്. അപ്പോൾ ഇത് ഗ്യാസ് എന്തുകൊണ്ട് വരുന്നോ അതിന് റീസൺ എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഗ്യാസ് രണ്ട് തരത്തിലുണ്ട് പ്രധാനമായിട്ടും. ഒന്ന് ഹൈപ്പർ അസിഡിറ്റിയിൽ വരുന്നുണ്ട്, ഹൈപ്പോ അസിഡിറ്റിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം ഹൈപ്പർ ആണോ അല്ല ഹൈപ്പോ ആണോ എന്നുള്ളത്. ഗ്യാസ് ഹൈപ്പർ അസിഡിറ്റിയിലും വരും, ഹൈപ്പോയിലും വരും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റൊമക്ക് pH അല്ലെങ്കിൽ സ്റ്റൊമക്കിൻ്റെ കണ്ടീഷൻ എപ്പോഴും ഒരു ന്യൂട്രലായിട്ടാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഹൈപ്പർ അസിഡിറ്റിൻ്റെ കേസ് എടുത്ത് നോക്കാം. നമ്മൾ അമിതമായിട്ട് അങ്ങനെയുള്ള കേസുകളിൽ അമിതമായിട്ട് ക്ഷീണം തോന്നും, അമിതമായിട്ട് ചിലപ്പോൾ വയറുവേദന വരും, ഛർദ്ദിക്കാൻ വരും, ആൾ പറ്റ സ്കിന്നായിട്ടായിരിക്കും, ഭയങ്കര സ്കെൽറ്റലായിരിക്കും, കൂടുതൽ തടിയൊന്നും വെക്കൂല, ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വയറ്റുന്ന് പോകാൻ തോന്നും. അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും ഹൈപ്പർ അസിഡിറ്റിയിൽ കണ്ടുവരാറുണ്ട്. ഈ കേസുകളിൽ
ഈ ഹൈപ്പർ അസിഡിറ്റി വരാനും ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ അമിതമായി കഴിക്കുക, കൂടുതൽ അസിഡിറ്റി കൂടിയ ഫുഡുകൾ, ഉപ്പിലിട്ടതൊക്കെ എന്ത് ചെയ്യുക, അമിതമായിട്ട് കഴിക്കുക, കൂടുതൽ ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പിന്നെ അതുപോലെ തന്നെ ടെൻഷൻ കൂടുതലായി ഉണ്ടാകുക, പിന്നെ അതുപോലെ എച്ച് പൈലോറിക്കിന് ഇൻഫെക്ഷൻ വരിക. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഏതെങ്കിലും ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള എപ്പിത്തീലിയൽ ലെയറിന് എന്ത് ചെയ്യും, ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അവിടെയുള്ള HCl പ്രൊഡക്ഷൻ അത് എന്ത് ചെയ്യും, കൂട്ടാൻ കാരണമാകും. അപ്പോൾ HClൻ്റെ പ്രൊഡക്ഷൻ കൂടുക, ഗ്യാസ്ട്രിക് സെക്രീഷൻ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഗ്രാജ്വലി എന്ത് ചെയ്യും, അവിടെ ഇൻഫ്ലമേഷൻ വരും, അവിടെ ഇൻഫെക്ഷൻ വരും. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഗ്യാസ് പ്രൊഡക്ഷൻ കാരണം ഗ്യാസ് സൈറ്റ് ഇങ്ങനെ തികട്ടിയിട്ട് വരും. ചിലപ്പോൾ ഛർദി, വോമിറ്റിങ് വരും, ഛർദ്ദിക്കാൻ തോന്നും, ചിലപ്പോൾ നോസിയൻ്റെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും, തല ചുറ്റുന്നത് പോലെ തോന്നും, തലയിൽ എന്തോ ഹെവിനെസ് പോലെ, തലക്ക് കനമുള്ളത് പോലെയൊക്കെ തോന്നും. ഗ്രാജ്വലി ഇങ്ങനെയുള്ള ആളുകൾക്കാണ് എന്ത് പറയുക, തലയിൽ എന്തോ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലെയുള്ള ഒരു ഫീലിംഗ് വരെ ഇത് കാരണമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഭക്ഷണം, ഈ കേസുകളിൽ ഈ ഹൈപ്പർ അസിഡിറ്റിൻ്റെ കേസുകളിലാണ് കൂടുതൽ ആളുകൾ മൈഗ്രെയിൻ പോലും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക് റീസണും അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ പറയുന്ന ഗ്യാസാണ്. അപ്പോൾ എപ്പോഴും ഗ്യാസ് ഉള്ളവർ ശ്രദ്ധിക്കണം. അത് മേ ബി ഈവൻ ക്യാൻസർ വരെ നീളാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മൈഗ്രെയിനിലേക്ക് വരാൻ നീളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈഗ്രെയിൻ കേസുകൾ എടുത്ത് നോക്കിയാൽ അവർ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ തലവേദന വരും എന്നുള്ളതാണ്. അപ്പോൾ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഹൈപ്പർ അസിഡിറ്റി വരും. ഈ ഹൈപ്പർ അസിഡിറ്റി വന്നാൽ എന്ത് ചെയ്യും, തലവേദനയിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഗ്രാജ്വലി എന്ത് ചെയ്യും, തലവേദനയിലേക്ക് നയിക്കും ഹൈപ്പർ അസിഡിറ്റി കാരണം എന്നുള്ളതാണ്. പിന്നെ മറ്റതേപോലെ തന്നെ റീസണാണ് ടെൻഷൻ വരിക എന്നുള്ളത്. എന്തെങ്കിലും ടെൻഷനായിട്ട് എന്തെങ്കിലും ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പാസ്റ്റ്, ടെൻഷൻ എന്നുള്ള വിഷയം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ വ്യക്തി എന്തായിരിക്കും, ഒന്നുകിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡ്രീം കണ്ടിട്ടായിരിക്കും നീങ്ങുക, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടല്ലോ ഇങ്ങനെ ആയത്, അന്ന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഇങ്ങനെ ആവില്ലായിരുന്നല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഫ്യൂച്ചറിലുള്ള ആളെങ്കിലോ എനിക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് എക്സാം പാസ്സാവണം, അല്ലെങ്കിൽ വീട് വെക്കണം, മകളെ കെട്ടിക്കാനുണ്ട്, കടം കൊടുക്കാനുണ്ട്. ഇപ്പോഴൊന്നല്ലേ, 2 വർഷം 5 വർഷം 10 വർഷം ശേഷമായിരിക്കും. പക്ഷെ ആ ഒരു ചിന്തയിലായിരിക്കും എല്ലാ വർക്കുകളും. ഈവൻ ഉറങ്ങാൻ പോകുമ്പോഴും ഉണർന്നെണീക്കുമ്പോഴും ആ മൈൻഡ് സെറ്റിലായിരിക്കും. അപ്പോൾ അത് ഗ്രാജ്വലി എന്ത് ചെയ്യും, ടെൻഷനായി മാറി പിന്നീട് എന്ത് ചെയ്യും, നമ്മുടെ വയറ്റിലുള്ള ഗ്യാസ്ട്രിക് സെക്രീഷൻ വല്ലാണ്ട് കൂട്ടിക്കളയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ HClൻ്റെ ഒക്കെ പ്രൊഡക്ഷന് കൂട്ടിക്കളയും. അപ്പോൾ കൂടുതലായിട്ട് സ്റ്റൊമക്ക് സെക്രീഷൻസ് കൂടിക്കഴിഞ്ഞാൽ, HClൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇൻഫെക്ഷൻ വരും, ഇൻഫെക്ഷൻ വരും, മറ്റു പല അസ്വസ്ഥതകളുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ അതും എന്ത് ചെയ്യും, ടെൻഷൻ കൂടുന്നതും മൈഗ്രെയിനിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ നമ്മുടെ ഗ്യാസ്ട്രിക്കിൻ്റെ സെക്രീഷൻസ് കൂടും, നമ്മുടെ ബോഡി വളരെ തിന്നാക്കും, ഡൈജഷനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞതേപോലെ തന്നെ എന്താണ്, ഈ മൈഗ്രെയിൻ്റെ ഇഷ്യൂ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഗ്യാസ്ട്രിക് സെക്രീഷൻ കൂടുന്ന കണ്ടീഷനാണ് ഈ പറഞ്ഞിട്ടുള്ള ഫുഡ്, സ്പൈസി ആയിട്ടുള്ള ഫുഡ്, കൂടുതൽ അസിഡിറ്റി കൂടിയിട്ടുള്ള ഉപ്പിലിട്ടത് കഴിക്കുന്നത്, അതേപോലെ ടെൻഷൻ വരുന്നത്, അതേപോലെ എച്ച് പൈലോറിക്കിൻ്റെ ഇൻഫെക്ഷൻ വരുന്ന കണ്ടീഷനുകളൊക്കെ അതിൽ വരുന്ന കാറ്റഗറിയാണ് ഹൈപ്പർ അസിഡിറ്റി എന്നുള്ള കാറ്റഗറി. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് നോർമലി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ് ഈ ലെമൺ ടീ കുടിക്കുക എന്നുള്ളത്. നല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഗ്യാസ്ട്രിക്കിന് ഭയങ്കര അസ്വസ്ഥത, ഛർദ്ദിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു സമയത്ത് തന്നെ ഒരു ഗ്ലാസ്സിൽ ഒരു എന്താ ചെയ്യുക, ചെറിയ രൂപത്തിൽ ഒരു നാരങ്ങ കംപ്ലീറ്റ് നീരെടുത്തിട്ട് തന്നെ ഒരു ലെമൺ ടീ ഉണ്ടാക്കി കുടിച്ചാൽ വളരെ നല്ല റിസൾട്ടാണ്. ആ വോമിറ്റിംഗ് ടെൻഡൻസി, അതുപോലെ തലക്കൊരു കറക്കം, ഒരു തല ചുറ്റുന്നത് പോലെ ഫീൽ ചെയ്യുക, അതൊക്കെ ഒരു വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ക്യൂറായിട്ട് നമുക്ക് കൊണ്ടുപോകാം. പക്ഷെ അത് ആ സമയത്ത് കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യണം. ഈവൻ നല്ല ഇഷ്യൂവിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര റിസൾട്ട് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ, അസ്വസ്ഥത തുടങ്ങുന്ന സമയത്ത് തന്നെ ചെയ്യുക. അതേപോലെ സമയത്തിന് ഫുഡ് കഴിക്കുക, ഹൈപ്പർ അസിഡിറ്റി വരാതെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് ഹൈപ്പർ അസിഡിറ്റിയുടെ കേസിലാണ്. മറ്റൊരു കേസുണ്ട്, രണ്ടാമത് ഹൈപ്പോ അസിഡിറ്റി എന്നുള്ളതാണ്. ഈ ഹൈപ്പോ അസിഡിറ്റിയുടെ കേസിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, ചില ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഖനം പോലെ ഉണ്ടാകും, വയറെന്തോ ഫില്ല് കഴിഞ്ഞ പോലെ. രാവിലെ ഭക്ഷണം കഴിച്ചതായിരിക്കും, വൈകുന്നേരമായിട്ട് പോലും വിശപ്പില്ല, അല്ലെങ്കിൽ ദാഹമില്ല,
അങ്ങനെ ഒരു ഫീലിങ്ങേ പോലും തോന്നുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവർക്ക് ഉണ്ടാകും വയറ്റിന് ശരിയായ രീതിയിൽ ശോധന ഉണ്ടാകില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ എന്താ വെച്ചാൽ ഒരുപാട് സമയം എന്ത് ചെയ്യും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കും, വയറ് ശരിക്കും ദഹിക്കാണ്ട്. കാരണം എന്താണ്, ദഹിക്കണമെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് സെക്രഷന് ഒരു നോർമൽ ലെവലെങ്കിലും വേണം. അപ്പോൾ ആ നോർമൽ ലെവൽ പോലും ഇല്ലാണ്ട് കുറഞ്ഞ അളവിലാണ്, വേണ്ടതൊന്നും ഇല്ല ദഹിക്കാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, വയറ്റിൽ ഈ നമ്മൾ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ നിൽക്കും. അവിടെ നിന്നിട്ട് അവിടെ എന്ത് ചെയ്യും, ബാക്ടീരിയൻ്റെ ഗ്രോത്ത് നടക്കും. അങ്ങനെ ബാഡ് സ്മെല്ലുള്ള കീഴ്വാഴ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഇതുപോലെ ശോധന ശരിക്കും ലഭിക്കില്ല. ചിലപ്പോൾ വയറുവേദന ഉണ്ടാകും, വയറ് വീർത്ത പോലൊരു ഫീലിംഗ് ഉണ്ടാകും, വിശപ്പുണ്ടാകില്ല. ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും, ഓക്കാനം പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ എന്താ വെച്ചാൽ ദഹനക്കുറവാണ്, അല്ലേ, ഹൈപ്പോ അസിഡിറ്റിയുടെ കേസുകളാണ്. അപ്പോൾ നമ്മൾ അതിന് ദഹനത്തെ പ്രൊമോട്ട് ചെയ്യണം. അവിടെ ദഹനം നടന്നാൽ കൂടുതലായിട്ട് HCl, ഗ്യാസ്ട്രിൻ പോലെയുള്ള പ്രൊഡക്ഷൻസ് കൂടിക്കഴിഞ്ഞാൽ ദഹനം സുഗമമായി നടക്കും, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ അടുക്കളയിലുള്ള സ്പൈസസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് കരുതി നല്ല ചുവന്ന മുളകിൻ്റെ പൊടി ഉപയോഗിക്കുക എന്നുള്ളതല്ല. നമുക്ക് മല്ലി വളരെ നല്ല മെഡിസിൻസാണ്. മല്ലി തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഫീവർ, പനി ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് മേലും കൈക്ക് കോച്ചി പിടിക്കുന്ന ഒരു ഇതുണ്ടായിരിക്കും, അതിന് നല്ലതാണ്. അതേപോലെ ഗ്യാസിന് വളരെ നല്ല റിസൾട്ടാണ് ഈ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി കുടിക്കുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു കലത്തിൽ, ഒരു പാത്രത്തിൽ രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ കുറച്ച് നമ്മൾ ജീരകവെള്ളം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കുറച്ച് മല്ലി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആ തിളപ്പിച്ചാറിയ വെള്ളം എന്ത് ചെയ്യുക, ദാഹിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, ആ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. അത് ഗ്യാസ് നന്നാവാനും നന്നായിട്ട് പുറന്തള്ളാനും ദഹനം നന്നാകാനും ശോധനം കിട്ടാനൊക്കെ വളരെ വളരെ നല്ല ബെസ്റ്റ് റിസൾട്ട് ഉള്ളതാണ് ഈ മല്ലി, കൊത്തമ്പാലി അല്ലെങ്കിൽ ക്യുമിൻ എന്നുള്ള ആ സംഗതി. അപ്പോൾ അതെന്ത് ചെയ്യുക, വളരെയധികം നല്ല ബെനിഫിഷ്യലാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് വെളുത്തുള്ളി കഴിക്കുക എന്നുള്ളത്. വെളുത്തുള്ളി ചുട്ട് കഴിക്കുന്നത്, പച്ചക്ക് കഴിക്കുന്ന പ്രശ്നമില്ല, അങ്ങനെയും ചില കഴിക്കാം. പക്ഷേ ഇതേ വെളുത്തുള്ളി എന്ത് ചെയ്യാണ്, ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർ ഉപയോഗിച്ചാൽ അവർക്ക് അസ്വസ്ഥത കൂടും. അവർക്ക് പല അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അവർക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഹൈപ്പോ അസിഡിറ്റിൻ്റെ കേസിലാണെങ്കിൽ മാത്രമാണ് ഈ വെളുത്തുള്ളി കൂടുതൽ എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യുള്ളൂ, ദഹനം കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ. പിന്നെ നമുക്കിതിൽ കൂടെ ഇഞ്ചി വളരെ നല്ലതാണ്. അപ്പോൾ ഇഞ്ചി, ഗ്രാമ്പു, പട്ട പോലെയുള്ള സ്പൈസസുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത് വെച്ചുള്ള കഷായങ്ങൾ, അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നതൊക്കെ ദഹനം കൂട്ടാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിൽ മിങ്കിൾ ചെയ്തിട്ട്, അത് ഭക്ഷണത്തിൻ്റെ കൂടെ ഒഴിവാക്കാനുള്ളതല്ല, അത് ഭക്ഷണത്തിൻ്റെ ഒരു പാർട്ടാക്കി തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യും, ദഹിക്കാൻ കൂടുതൽ സുഗമമാക്കാൻ കഴിയും. ഇതിന് സ്ഥിരമായിട്ട് മരുന്നുണ്ടോ, ഇതെങ്ങനെ സ്ഥിരമായിട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു ചോദ്യം ചോദിക്കേണ്ടായി. അപ്പോൾ നമ്മൾ ഈ കേസിൽ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ ദഹനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മൾ തോന്നിയ സമയത്ത് ഉറങ്ങുക, അതുപോലെ ജീവിക്കുക, തോന്നിയത് തിന്നുക എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്കിവിടെ ഒരിക്കലും പോസിബിൾ അല്ല ഈ ഹൈപ്പോ അസിഡിറ്റി ഉള്ളവർ. അപ്പോൾ നമ്മൾ ഭക്ഷണം സമയത്തിന് കഴിക്കുക, ആവശ്യത്തിന് കഴിക്കുക, ആവശ്യമുള്ള അളവിൽ കഴിക്കുക, ക്വാളിറ്റി ഉള്ളത് ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ട് എന്ത് ചെയ്യുക, കൂടുതൽ നല്ല രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. കഴിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാകണം. ഒരുപാട് ചോറ് കഴിക്കുക എന്നുള്ളൊരു ടെൻഡൻസി ഒരിക്കലും പാടില്ല. അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളൂ. അപ്പോൾ ചെറിയ രൂപത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സാധനങ്ങൾ മാത്രം കഴിക്കുക, സമയത്തിന് കഴിക്കുക, അമിതമാകാതിരിക്കുക. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ച പാടെ ഉറങ്ങുന്ന ശൈലിയുണ്ട്. അപ്പോഴാണ് അപ്പോൾ എസ്പെഷ്യലി ഈ നൈറ്റ് ലൈഫ് ഇന്ന് കൂടിയൊരു കണ്ടീഷനാണ്. രാത്രി പുറത്ത് പോകലും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കലും, ഒരുപാട് ഭക്ഷണം കഴിച്ച് വരും, എന്നിട്ട് എന്ത് ചെയ്യും, നേരെ ബെഡ്ഷീറ്റിലേക്ക് കിടക്കും. രാത്രി സുപ്രഭാതത്തിലായിരിക്കും പെട്ടെന്ന് നെഞ്ഞുവേദന അല്ലെങ്കിൽ ഹാർട്ട് പെയിൻ. അതും ഈ നെഞ്ചരിച്ചിൽ എന്ന് പറയുന്ന ഗ്യാസിൻ്റെ ഒരു പെയിൻ, നമുക്ക് ഗ്യാസിൻ്റെ ഈ പെയിന് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് തന്നെയാണ് ആ ഒരു പെയിന്, വേദന ഫീൽ ചെയ്യുക, തുടങ്ങുക അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ഇത് എന്താണ്, ഹാർട്ട് അറ്റാക്ക് ആണോ, ഹാർട്ടിൻ്റെ ഇഷ്യൂ ആണെന്നുള്ളത്. നമ്മൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോകും, ടെസ്റ്റുകളൊക്കെ നടത്തും, നോർമലായിരിക്കും, ഗ്യാസിന് പ്രശ്നമായിരിക്കും. ഇങ്ങനെ കൂടുതലായിട്ട് ഇന്ന് രാത്രികളിൽ ഹോസ്പിറ്റലുകൾ വരവ് കൂടുതലാണ്. എന്താണ് ഇതിന് റീസൺ എന്ന് ചോദിച്ചാൽ നൈറ്റ് ലൈഫാണ്. കൂടുതലായിട്ട് രാത്രിയിൽ അമിത ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിച്ചിട്ട് അതേപോലെ വന്നിട്ട് ബെഡിൽ കിടക്കും എന്നുള്ളതാണ്. ഇവർക്ക് ഛർദ്ദിക്കാൻ വരും,
പുളിച്ചത് കെട്ടൽ വരും, പിന്നെ അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും ഇവർക്കുണ്ടായിരിക്കും. അപ്പോൾ അത് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഭക്ഷണം ഫില്ലായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ബെഡിൽ വന്ന് കിടക്കുന്ന സമയത്ത് ഈ ഗ്യാസ്ട്രിക്കിലുള്ള കണ്ടന്റുകൾ എന്ത് ചെയ്യും, വീണ്ടും റിഗർജിറ്റേഷൻ വരും. നമ്മുടെ ഈസോഫാഗസ്, അതായത് അന്നനാളത്തിലേക്ക് തന്നെ എന്ത് ചെയ്യും, മുകളിലേക്ക് തന്നെ വീണ്ടും റിട്ടേൺ അടിക്കാൻ തുടങ്ങും. അങ്ങനെ റിട്ടേൺ അടിക്കുമ്പോഴാണ് നമുക്കൊരു പുളിരസം തോന്നുക, ഛർദ്ദിക്കാൻ തോന്നുക, അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും തോന്നുക. അപ്പോൾ അങ്ങനെ അസ്വസ്ഥതകളുള്ളവർ, അങ്ങനെ അസ്വസ്ഥത ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ഈ പറഞ്ഞതുപോലെ രാത്രി ഫുഡ് അമിതമായിട്ട് കഴിച്ചിട്ട് എന്ത് ചെയ്യും, വന്ന് കിടക്കുന്നവർക്കാണ് ഈ പറഞ്ഞുള്ള രാത്രിയിലുള്ള അസ്വസ്ഥതകൾ കൂടുതലായിട്ട് കാണുന്നത്. ഇനി മറ്റൊരു ചോദ്യം ചോദിച്ചതുപോലെ തന്നെ ഇതിന് ലൈഫ് സ്റ്റൈലൊക്കെ നോർമലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റ് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ട് പോലും എന്ത് ഗ്യാസിന് അസ്വസ്ഥതകളുണ്ട്, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, ചില സമയത്ത് അൾസറിൻ്റെ ഇഷ്യൂസ്, ഇടയ്ക്കിടയ്ക്ക് വായിലും മുറിവൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു ഇൻഫെക്റ്റീവ് കണ്ടീഷനാണ്. എച്ച് പൈലോറിക്കിൻ്റെ പ്രസൻസ് കാരണമായിട്ട് എച്ച് പൈലോറി ഓൾമോസ്റ്റ് എല്ലാ ആളുകളിലും കണ്ടുവരുന്ന ഒരു ബാക്ടീരിയയാണ് ബാക്ടീരിയം പൈലോറി എന്ന് പറയുന്നത്. എച്ച് പൈലോറിക് എന്നുള്ള ഈ ബാക്ടീരിയ എന്താണ്, ആക്റ്റീവായിട്ടുണ്ടായിരിക്കും. ഈ സ്റ്റൊമക്കിൽ ആക്റ്റീവായിട്ടുണ്ടായിരിക്കും. സ്റ്റൊമക്കിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഒരു എപ്പിത്തിലെ ലെയറുണ്ട്, നമ്മൾ ടൈറ്റ് ജംഗ്ഷനാണ്. ടൈറ്റ് ജംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെല്ല് അടുത്ത സെല്ലും കൂടി ഭയങ്കര ടൈറ്റഡാണ്, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ല. അങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ നിരയായിട്ട് വെച്ച ഒരു ലെയറാണ് എപ്പിത്തിലെ ലെയർ. അതിന് നേരെ മുകളിലാണ് മ്യൂക്കസ് എന്നുള്ള ഒരു വഴുവഴുത്ത ഒരു കൊഴുപ്പുണ്ടായിരിക്കും. അതിൻ്റെ മുകളിലാണ് എന്ത്, ഈ ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ടാവുക. അപ്പോൾ ഈ ആസിഡ്, ഈ പറഞ്ഞ മ്യൂക്കസ്, അതിന് താഴെ എപ്പിത്തീലിയൽ ലെയറാണ്. എപ്പിത്തീലിയൽ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയോട് അത്രയും ചേർന്നിരിക്കുന്നതാണ്. അപ്പോൾ ആസിഡ് നമ്മുടെ ബോഡിയിലേക്ക് തട്ടരുത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സെല്ലിലേക്ക് തട്ടരുത്. അപ്പോൾ അതിന് പ്രൊട്ടക്ഷനാണ് യഥാർത്ഥത്തിൽ അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ മ്യൂക്കസ് മെമ്പർ, അല്ലെങ്കിൽ മ്യൂക്കസിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത്. അത് നോർമലായിട്ട് നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ചില കണ്ടീഷനുകളിൽ ഈ എച്ച് പൈലോറിക്കിൻ്റെ പ്രസൻസ് കൂടുതലായിട്ടുണ്ടായിരിക്കും, എച്ച് പൈലോറിക് ആക്റ്റീവായിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരം, ഈ ഒരു എച്ച് പൈലോറിക്കിന് വേറെ പ്രത്യേകത കൂടെയുണ്ട്. അവർക്ക് യൂറിയസ് എന്നുള്ള ഒരു എൻസൈം അവരുടെ ശരീരത്തിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ ഈ ഫുഡ് പാർട്ടികൾ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ യൂറിയസ് എന്ത് ചെയ്യും, യൂറിയനെ എന്ത് ചെയ്യും, കൺവേർട്ടഡ് ആക്കിയിട്ട് അമോണിയാക്കി മാറ്റും. NH3 അമോണിയാക്കി മാറ്റും. ഈ എച്ച് പൈലോറിക് ബാക്ടീരിയ എന്ത് ചെയ്യും, അവരുടെ എൻസൈം ഉപയോഗിച്ചിട്ട് ഭക്ഷണത്തിൽ വരുന്ന യൂറിയയെ എന്ത് ചെയ്യും, മാറ്റും, അമോണിയായിട്ട് മാറ്റും. ഈ അമോണിയ എന്താണ്, ഒരു ആൽക്കലി കണ്ടൻ്റാണ്. അമോണിയ ആൽക്കലി കണ്ടൻ്റാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എച്ച് പൈലോറിക്കയുടെ എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ബാക്ടീരിയ ഉണ്ടാകുമ്പോൾ അതെല്ലാം വരുന്ന യൂറിയൊക്കെ എന്ത് കൺവേർട്ടഡ് ആക്കി മാറ്റും, അമോണിയ ആയിട്ട് കൺവേർട്ടഡ് ആക്കി മാറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ എച്ച് പൈലോറിക് കാരണമായിട്ട് അവിടെ ഒരു ആൽക്കലി മീഡിയം എന്ത് ചെയ്യും, ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആൽക്കലി മീഡിയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെ വയറ്റിൽ തന്നെ എന്തുണ്ട്, ആസിഡും ഉണ്ട്. അപ്പോൾ ഈ ആൽക്കലിയും ആസിഡും മിക്സ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ന്യൂട്രലൈസേഷൻ നടക്കും. അപ്പോൾ അമിതമായിട്ടുള്ള എച്ച് പൈലോറിക് ആക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഈ അമിതമായിട്ട് അമോണിയയുടെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ദഹനത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ ആസിഡിന് എന്ത് ചെയ്യും, അത് ലെയർ കുറയും. അത് പിന്നെ മെല്ലെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എച്ച് പൈലോറിക് ഗ്രാജ്വലി നമ്മുടെ മ്യൂക്കസും കടന്നിട്ട് മെല്ലെ നമ്മുടെ ഈ എപ്പിത്തീലിയൽ ലെയറിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും. അവിടെ പിന്നെ എന്ത് ചെയ്യും, ഇൻഫ്ലമേഷൻസ് വരും. ആ ഇൻഫ്ലമേഷൻസ് ഗ്രാജ്വലി ഈ പറഞ്ഞ പോലെ അൾസറിലേക്ക് മറ്റു പല പ്രശ്നങ്ങളിലേക്ക് വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സമയത്ത് തന്നെ മീൻസ് ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഇതെന്ത് ചെയ്യും, ഈ ആൽക്കലി മീഡിയം ഈ എച്ച് പൈലോറിക് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ ശരീരം കൂടുതലായിട്ട് ആസിഡ് പ്രൊഡക്ഷൻ നടക്കും. ഹൈപ്പർ അസിഡിറ്റി ആ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് പല കേസുകളിലും ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എച്ച് പൈലോറിക്കിൻ്റെ കേസില്ല. അപ്പോൾ നമ്മൾ PPI പ്രോട്ടോമം ഇൻഹിബിറ്റേഴ്സോ പാൻഡോഫ് പോലെയുള്ള മെഡിസിൻസ് കഴിച്ചാൽ ഒരു സാന്ദർഭികമായിട്ട് ആ ഒരു സമയത്ത് റിലീഫ് കിട്ടുമെന്നല്ലാണ്ട് ഗ്രാജ്വലായിട്ട് ഒരു പെർമനൻ്റ് ആയിട്ട് റിലീഫ് നമുക്ക് കിട്ടിക്കൊള്ളുന്നുണ്ടാകില്ല. അതിന് ബേസിക്കലി റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന എച്ച് പൈലോറിക്കിൻ്റെ പ്രസൻസ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് എച്ച് പൈലോറിക്കിന് ട്രീറ്റ്മെൻറ്റ്, അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. ഈ ഒരു കേസുകളിൽ തന്നെയാണ് നമുക്ക് ശരിയായ ദഹനം നടക്കില്ല, അതേപോലെ നമ്മുടെ ഗഡ് ഹെൽത്തിനത് ബാധിക്കും. ഗഡ് ഹെൽത്തിലേക്ക് പോകുമ്പോൾ, കാരണം നമ്മുടെ ഗ്യാസ്ട്രിക് മീഡിയം വളരെ ഇമ്പോർട്ടൻ്റ് ഡൈജഷന്. അപ്പോൾ അവിടെ ഇംപ്രോപ്പർ ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സ്മോൾ ഇൻറ്റെസ്റ്റൈനും ലാർജ് ഇൻറ്റെസ്റ്റൈനിലൊക്കെ എന്ത് ചെയ്യും, ബാക്ടീരിയൽ മീഡിയയിൽ ചേഞ്ചസ് വരും. അങ്ങനെ ചേഞ്ചസ് വന്നാൽ ഗട്ട് ലീക്ക് പോലെയുള്ള
പ്രശ്നങ്ങളുണ്ടാകും. ഗട്ട് ലീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗട്ട് വാള്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റൊമക്കിനുള്ള ലൈനിങ് പോലെ അതേപോലെ ഒരു ലൈനിങ് എന്തിനുണ്ട്, നമ്മുടെ കുടലിനുണ്ട്. അപ്പോൾ ആ ഒരു നോർമലി ആയിട്ടുള്ള അതിൻ്റെ ഒരു മീഡിയം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഗട്ടിലുള്ള ഒരുപാട് സൈറ്റോടോക്സിൻസ് ഉണ്ട്, നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന, ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന, നമ്മുടെ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ഉണ്ടാക്കുന്ന പല സാധനങ്ങളും, പല വസ്തുക്കളും, പല ബൈ പ്രൊഡക്റ്റുകൾ എന്തുണ്ട് നമ്മുടെ ഈ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷണത്തിനുണ്ടായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ കിടക്കും. അത് പിന്നീട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളായിട്ട് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്തും നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഹെൽത്തും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എച്ച് പൈലോറിക്കിൻ്റെ പ്രസൻസ് ഉണ്ടായിക്കൊമ്പോഴാണ് പലപ്പോഴായിട്ട് ഈ നിരന്തരമായിട്ടുള്ള ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുക, മാറാത്ത ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എച്ച് പൈലോറിക്കിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഗ്യാസിന് വേണ്ടിയിട്ടുള്ളതല്ല. ഗ്യാസ് എന്നുള്ളത് അതൊരു സിംറ്റം മാത്രമാണ്. അത് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ അവിടെയുണ്ട് എന്ന് അറിയിക്കാനൊരു സിംറ്റം മാത്രമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഗ്യാസിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല. എച്ച് പൈലോറിക്കിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളതിനുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട്. ബേരിയം വീൽ എക്സ്റേകൾ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ യൂറിയ ബ്രീത്ത് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തിയാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ഗ്യാസ്ട്രിക് കണ്ടീഷൻസ് നമുക്കറിയാം, അൾസർ ഉണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയും. അതുപോലെ ഈ പറഞ്ഞ എച്ച് പൈലോറിക്കിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാൻ കഴിയും. അങ്ങനെയൊക്കെ ടെസ്റ്റുകൾ നടത്തി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ അതിന് ഇരട്ടി മധുരം നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള സംഗതിയാണല്ലോ, ഇരട്ടി മധുരം. ഈ എച്ച് പൈലോറിക് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ അതിന് ഏറ്റവും ബെസ്റ്റുള്ള ഒരു ഒറ്റമൂല്, അത് ഇരട്ടി മധുരം ഏറ്റവും നല്ല ബെനിഫിഷ്യലാണ്. അതേപോലെ തന്നെ ഈ ഹൈപ്പർ അസിഡിറ്റി കേസ് വന്നാൽ നമുക്ക് പ്രോബയോട്ടിക്കുകളും പ്രീബയോട്ടിക്കുകളായിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ദഹനം നന്നാക്കാനും ആസിഡ് മീഡിയം നോർമലാക്കാനൊക്കെ നമുക്കത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ കേസുകളിൽ തന്നെ ഒരുപാട് കേസുകൾ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ മൈഗ്രെയിൻ വന്ന കേസുകൾ മാറാത്ത 8, 10, 15 വർഷമായിട്ട് മൈഗ്രെയിൻ ഡോക്ടറെ മാറിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബേസിക്കിലേക്ക് പോകുമ്പോൾ ഹൈപ്പർ അസിഡിറ്റിയാണ് അവർക്ക് ഉണ്ടാവുക. ചില കേസുകൾ മൈഗ്രെയിൻ അവർ പറയുള്ളൂ, ഹൈപ്പർ അസിഡിറ്റി എന്നുള്ള കണ്ടീഷൻ തന്നെ അവർ പറയില്ല. പക്ഷേ അത് കാരണം അതിന് അഡാപ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും. കാരണം ഹൈപ്പർ അസിഡിറ്റിക്കാളും കൂടുതൽ അവർക്ക് പ്രശ്നമായിട്ട് തോന്നൽ എന്താണ്, മൈഗ്രെയിൻ്റെ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ പക്ഷേ ഈ ഹിസ്റ്ററി എടുത്ത് പോകുമ്പോൾ അവർക്ക് ഹൈപ്പർ അസിഡിറ്റി ആയിരിക്കും കൂടുതലായിട്ടുണ്ടായിരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മോശം ക്ലിയർ ആയിരിക്കില്ല, ദഹനം ക്ലിയർ ആയിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗട്ട് ഹെൽത്ത് ബാഡായിരിക്കും, പ്രോപ്പറായിട്ട് നിലനിൽക്കില്ല. ആ കേസുകളിലൊക്കെ നമുക്ക് മെഡിസിൻ ഉപയോഗിച്ചിട്ട് തന്നെ, മെഡിസിൻ മീൻസ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാവുന്ന മെഡിസിൻസ് തന്നെ നൽകിയാൽ തന്നെ എന്ത് ചെയ്യും, നല്ല പ്രോപ്പർ ഒരു റുട്ടീൻ നമ്മൾ കീപ്പ് ചെയ്ത് തന്നെ ഒരു കണ്ടിന്യൂ ഒരു മെഡിക്കേഷൻ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈഗ്രെയിൻ പോലെയുള്ള കണ്ടീഷനൊക്കെ റിവേഴ്സ് ആക്കിയിട്ട് നമുക്ക് നോർമൽ ഹെൽത്തിലേക്ക് തന്നെ മാറ്റാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിക് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂ എന്നുള്ളത്. അപ്പോൾ ഇതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, പ്രോപ്പർ വേ ഓഫ് ലിവിങ് ഉണ്ട്. അപ്പോൾ അത് ഏത് റൂട്ടിലാണോ ഏതാണോ പ്രശ്നം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിന് പ്രോപ്പറായിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹൈപ്പർ പ്രശ്നമാണോ, ഹൈപ്പർ അസിഡിറ്റിൻ്റെ പ്രശ്നമാണോ, ഹൈപ്പോ അസിഡിറ്റിൻ്റെ പ്രശ്നമാണോ. ഹൈപ്പർ അസിഡിറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ തന്നെ നമ്മുടെ ഡയറ്റിൽ അമിതമായിട്ടുള്ള എന്തെങ്കിലും എരിവ് കൂടിയതോ സോൾട്ടി ആയിട്ടുള്ളതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിക്കുന്നതാണോ, ഇതിനകത്തിൽ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ, ഇതിനകത്തിൽ എച്ച് പൈലോറിക് ഇൻഫെക്ഷൻ തന്നെയാണോ, അങ്ങനെയുള്ളത് ഏതാണോ എന്നുള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇനി ഹൈപ്പോ അസിഡിറ്റിൻ്റെ കേസിലാണെങ്കിലും ശരി, അവിടെയും എച്ച് പൈലോറിക്കിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട് ചില കേസിൽ. അപ്പോൾ അത് വന്നതാണോ, ഇനി അതല്ല വേറെ അമിത ഭക്ഷണമാണോ, നമ്മുടെ റുട്ടീനുള്ള പ്രശ്നമാണോ, അത് ഏതാണോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ചില കേസുകളിൽ ആസിഡ് അല്ലെങ്കിൽ പുളിച്ചുതക്കെട്ടിൽ വരും. ആർക്ക്, നല്ല തടിച്ച ഒരാൾക്ക് ഉണ്ടെങ്കിൽ, ഒബസിറ്റി കൂടുതലുണ്ടെങ്കിൽ, കൂടുതൽ ഓവർ ഈറ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കേസുകൾ എന്ന് വെച്ചാൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കിടന്നാൽ തന്നെ എന്ത് ചെയ്യും, പുളിച്ചുതക്കെട്ടിൽ വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അബ്ഡോമിനൽ പ്രഷർ കൂടുതലായിരിക്കും, വയറിൻ്റെ ഭാഗത്ത് പ്രഷർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ മുകളിലേക്കുള്ളൊരു തള്ളൽ കിടന്നാലും എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും, അതും വരാറുണ്ട്. അപ്പോൾ ആ ഒരു കേസിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിന് പ്രോപ്പറായിട്ട് തന്നെയുള്ള ട്രീറ്റ്മെൻറ്റ്. ഗ്യാസ് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു റീസണാണ്. ആ റീസണിൻ്റെ പിന്നിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരിക്കും. ആ അസുഖങ്ങളായിരിക്കും പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ നമുക്ക് മൈഗ്രെയിൻ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ സോറിയാസിസ് പോലെ സ്കിൻ ഡിസീസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ടെൻഷൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ആങ്സൈറ്റി പോലെയുള്ള തലകറക്കം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഇനി അതെല്ലാം മറ്റു സ്കിൻ ഡിസീസുകൾ പലപ്പോഴും അർട്ടിക്കേരി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, എക്സിമ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്താണ് ഇതിന് റീസൺ ആയിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ഒരു
കാരണം അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല എന്ന് കാണിക്കാനുള്ള ഒരു സിമ്പൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആക്കുക, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കുക, പ്രോപ്പറായിട്ടൊരു നല്ല ബെനിഫിഷ്യൽ ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ എന്നുള്ളത്. അത് ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ തന്നെ അവൈലബിൾ ആണ്. ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഒരുപാട് അസുഖങ്ങൾക്ക് ഗട്ട് ഹെൽത്ത് നോർമലാക്കിയതിൽ കൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.